മാട്ടുസന്ത രണ്ടെണ്ണം മേടിച്ച് വണ്ടി ഇരുന്ന് പോയല്ലോ. ഇത് പുളിയൻകുടിക്ക് അടുത്തുള്ള മാട്ടുസന്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണ് ആട്ടോ സ്റ്റാൻഡ് ബസ് എഴുതിയിട്ടേക്കുന്നത്? കളർഫുള്ളി അതല്ലേ നമ്മളെ നാട്ടിൽ ഇനി എന്താ അതുകൊണ്ടായി കളർഫുള്ളൊക്കെ. അതാ നമ്മളൊരു ഊരിനകത്ത് കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? മെയിൻ NH ആണല്ലേ? ഇതിപ്പോ എവിടെയാണ് സ്ഥലം കറക്റ്റ്? ഒരു വണ്ടിക്ക് അങ്ങോട്ട് കട്ടിച്ച് പോവാം, അതുവരെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഇവിടെ നിൽക്കണം അല്ലേ? ഇവിടെ സിഗ്നലുണ്ട്. ചെട്ടിനാട് സിമന്റ് ഫാക്ടറി പോയി സിമന്റ് എടുത്തുകൊണ്ട് നമ്മുടെ തിരിച്ചുള്ള യാത്ര ഇപ്പൊ നമ്മൾ ഏകദേശം തെങ്കാശി അടുത്തു അല്ലേ? തെങ്കാശി എത്തിക്കൊണ്ടിരിക്കുന്നു. എസ് ബെഞ്ച് കയറുന്നു. എസ് ബെഞ്ച് കയറി നമ്മൾ നേരെ മല കയറി കേരളത്തിലോട്ട് കയറുകയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ കയറ്റം കയറുന്നതിനെക്കാട്ടിയും പാടാണ് ഇറക്കം ഇറങ്ങുന്നത്. ഇറക്കം ഇറങ്ങുന്നത് ലോഡും വണ്ടിയും കൊണ്ട് നമ്മൾ ലോഡും കൊണ്ട് ഇറക്കം ഇറങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. ഇറക്കം ഇറങ്ങുന്നത് ആര്യങ്കാവ് കഴിഞ്ഞിട്ടുള്ളത്. ആര്യങ്കാവ് കഴിഞ്ഞിട്ടുള്ളതായാലും നമ്മളിപ്പോ തെമ്മല കയറിയിട്ട് ഇറങ്ങുന്നതാണെങ്കിലും എല്ലാം എപ്പോഴും നമ്മൾ ലോഡും കൊണ്ട് ഇറങ്ങുന്നതാണ് ഏറ്റവും പാട്. കയറാൻ കാലെടുത്ത് കാലെടുത്ത് കയറിക്കൊണ്ടിരുന്നതാണ്. മറ്റേത് എയർ നോക്കി ബ്രേക്ക് ചവിട്ടി എയർ നോക്കി എയർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പണിയാവും. വളഞ്ഞ് ഒറ്റ വളഞ്ഞ് വന്നില്ലെങ്കിൽ അത് പണിയാവും. വെയിലാണെങ്കിലും ഒരു നല്ല കുളിർമയുള്ള ചെറിയ കാറ്റുണ്ടല്ലേ? ഇവിടെ എപ്പോഴും രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല സുഖം. ഇനി നമ്മള് എസ് ബെൻഡ് കയറുക എന്ന ടാസ്കിലോട്ടാണ്. അതൊരു ടാസ്ക് ആണ്. ട്രാഫിക് ഉള്ളപ്പോഴാണ് അതൊരു വൺ ടാസ്ക് ആയി മാറുന്നത്. അതെ, ശരിക്കും നമ്മൾ എസ് ബെൻഡ് കയറുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് വീലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പൊക്കി വെച്ചിട്ട് വേണം കയറാൻ. ഇല്ലെങ്കിൽ ഒറ്റ ഒടുവിൽ കയറി വരത്തില്ല. അപ്പൊ ലോഡും വണ്ടി ആണെങ്കിൽ നമ്മൾ ലിഫ്റ്റ് പൊക്കണം. അതെ, കാലി വണ്ടി നമ്മളത് എപ്പോഴും പൊക്കി വെച്ചിട്ടായിരിക്കും ഓടിക്കുന്നത്. പിന്നെ ചില സമയത്ത് ചില വണ്ടികൾ ഒടിഞ്ഞു കയറത്തില്ല. കറക്റ്റ് നമ്മളാ ഒരു കറക്റ്റ് സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഓടിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ വണ്ടികളെല്ലാം ഒടിഞ്ഞു കയറും. പക്ഷെ ചില വണ്ടികൾക്ക് ഒടിവ് കുറവായിരിക്കും. അത് ഒടിഞ്ഞു കയറാൻ ഒന്നും കൂടെ ഒന്ന് റിവേഴ്സ് എടുത്തിട്ടേ കയറി പോകത്തുള്ളത്. ഇവിടെ പിന്നെ ഒരുതുള്ള എല്ലാ ഡ്രൈവർമാരും ഇവിടെ ഓടുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് എവിടെയൊക്കെ നിർത്തണം, എവിടെയൊക്കെ നിർത്തി ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടൊക്കെ വരുന്ന ലോഡും കൊണ്ട് വരുമ്പോഴാണ് ആൾക്കാർക്ക് അറിയത്തില്ല. ചിലപ്പോൾ അങ്ങ് കയറി പോകുന്ന പെട്ടെന്നൊക്കെ കിട്ടും, പക്ഷെ കയറത്തില്ല. ചില വണ്ടികളൊക്കെ പയ്യേ കയറത്തുള്ളൂ. പിന്നെ ലോഡിന്റെ അനുസരിച്ചുകൂടെ ഇരിക്കും. ലോഡ് ഓവർലോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറാൻ വലിയ പാടാണ്. അപ്പൊ എസ് ബെൻഡിന്റെ അടുത്തെത്തി. എസ് ബെൻഡിനെക്കാട്ടി